അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിരുന്നു പറഞ്ഞത്. ഇഥർനെറ്റ് കേബിള് അല്ലേ? ഇഥർനെറ്റ് കേബിളിനകത്ത് പല ടൈപ്പ് വരുന്നുണ്ട്. കാറ്റ് 7 വരെ ഉള്ള റേഞ്ച് നമ്മൾ പറഞ്ഞു. ഓരോന്നിൻ്റെയും ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഇത് ഓർത്ത് വെക്കണം. ഈ ഒരു ചാർട്ട് കാറ്റ് 5ൽ എത്ര Mbps ആണ് ഡാറ്റ ട്രാൻസ്ഫർ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കാറ്റ് 5 അതുപോലെ തന്നെ കാറ്റ് 6 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാറ്റ് 5നകത്ത് 100 Mbps ആണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. കാറ്റ് 6നകത്ത് 10 GB/s 10 Gbps ആണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. കാറ്റ് 6ലും കാറ്റ് 6A അതുപോലെ തന്നെ കാറ്റ് 7 ഇതിലൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് 10 GB/s ആണ്. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താണ്? ആപ്ലിക്കേഷനിലെ വ്യത്യാസമുണ്ട്. ജിഗാബൈറ്റ് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിൽ ആക്ച്വൽ ഡിസ്റ്റൻസിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. കാറ്റ് 7 ആണെങ്കിൽ ആക്ച്വലി 100 മീറ്ററോളം റേഞ്ച് നമുക്ക് അറ്റന്വേഷൻ കുറയാതെ കിട്ടും. കാറ്റ് 6ഉം കാറ്റ് 6A ഒക്കെ ആണെങ്കിൽ 55 മീറ്ററാണ് പറയുന്നത്. 55 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രിഡ്ജോ റിപ്പീറ്ററോ അങ്ങനെയുള്ള ഡിവൈസ് കണക്ട് ചെയ്യണം. ഓക്കെ. പിന്നെ കോആക്സിയൽ കേബിള് നമ്മൾ പറഞ്ഞു. നല്ല എന്താണ് ഇൻസുലേഷൻ, അതായത് ഇൻ്റർഫറൻസ് തീരെ കുറവായിരിക്കും കോആക്സിയൽ കേബിളിൽ. പക്ഷേ അതിനകത്ത് എന്താണ് 2 കേബിളാണ്. ഒരു സെൻട്രൽ കോപ്പർ വരുന്നുണ്ടാവും, പിന്നെ ഇൻസുലേഷൻ വരുന്നുണ്ട്, കണ്ടക്റ്റിംഗ് ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നല്ല ബാൻഡ് വിഡ്ത്ത് ഉള്ള രീതിയിൽ ആയിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ. അതിലൊരു ഷീൽഡ് വരുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള സിഗ്നൽ ഇൻ്റർഫറൻസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ കാറ്റഗറി അതിനകത്ത് RG58, 56 അതുപോലെ തന്നെ RG6 വരുന്നുണ്ട്, RG11 വരുന്നുണ്ട്. ഓരോന്നിൻ്റെ യൂസ് കേബിൾ TV യൂസ് ചെയ്യുന്ന തരം കേബിളാണ് RG58. പിന്നെ ഇതൊക്കെ കൂടുതലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കോയാക്സിയൽ കേബിളുകൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിന്, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് കൂടുതലും ഇഥർനെറ്റ് കേബിളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് ലൈറ്റാണ് ട്രാൻസ്മിഷൻ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിനകത്തൂടെ ലോസ് ഇല്ലാതെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ അതിൻ്റെ ഒരു ഇൻപുട്ടിൽ എത്രയാണോ എങ്ങനെയുള്ള വേരിയേഷനാണോ ലൈറ്റിന് വരുന്നത് അതേ വേരിയേഷൻ ഈ കേബിളിൻ്റെ ഔട്ടിലും വരും. അപ്പോൾ ആ ഒരു ഡാറ്റ, ഇൻപുട്ടിലെ ഡാറ്റ വേരിയേഷൻ ഒന്നും ഇല്ലാതെ, അതായത് ചേഞ്ചസ് ഇല്ലാതെ ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെയാണല്ലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കേബിളിൻ്റെ ഫസ്റ്റ് എൻഡിൽ വരുന്ന ഡാറ്റ അതേ രീതിയിൽ കേബിളിൻ്റെ മറ്റേ എൻഡിലും വരുന്നു. അങ്ങനെയാണല്ലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് ഈ എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലൊന്നും ഈ ഒരു ലൈറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ വേറെ ക്രോസ് ആയിട്ട് ഈ ഇലക്ട്രിക്കൽ കേബിൾ പോകുന്നുണ്ടെങ്കിലൊന്നും അതൊന്നും ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള സിഗ്നലിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഈ വേവ് ലെങ്ത്ത് എന്താണ് പറയുന്നത്, അതിനകത്ത് യൂണി ഡയറക്ഷനിലും അല്ലെങ്കിൽ ബൈ ഡയറക്ഷനിലും അത് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ വേവ് ലെങ്ത്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സർ WDM എന്ന് പറഞ്ഞ വേവ് ലെങ്ത്ത്, അതായത് ഓരോ ലൈറ്റിനും ഓരോ വേവ് ലെങ്ത്ത് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു അനലോഗ് സിഗ്നലിന് ഒരു വേവ് ലെങ്ത്ത് ഉണ്ടാവും. നമ്മൾ AC ആണെങ്കിൽ എന്താണ് പറയുന്നത്, ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് 0 എന്ന് നമ്മൾ ഗ്രാഫായിട്ട് വരികയാണെങ്കിൽ
0 തുടങ്ങിയിട്ട് മാക്സിമം വാല്യൂവിലെത്തി, വീണ്ടും അതിൻ്റെ വാല്യൂ 0 വന്നു, വീണ്ടും അതിനുശേഷം നെഗറ്റീവ് മാക്സിമത്തിൽ പോയി വീണ്ടും 0 വരുന്ന ആ ഒരു സൈൻ വേവിൻ്റെ ആ ഒരു ലെങ്ത്ത്, അതിനാണ് വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് മൾട്ടി ഡയറക്ഷൻ അല്ലെങ്കിൽ ബൈ ഡയറക്ഷണലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് യൂണി ഡയറക്ഷനിലും ബൈ ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഓക്കെ, ഈ ഒരു കേബിള് ചിത്രം കാണിക്കുന്നതാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു സ്ട്രക്ചർ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ആ ചെറിയ വയലറ്റ് കളറിൽ കാണുന്ന അതാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം. ബാക്കി പുറത്ത് കാണുന്ന മീഡിയംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വാട്ടർ റെസിസ്റ്റൻസ് ജെല്ലി കേസിങ്, പിന്നെ സ്റ്റീൽ വയറുകൾ. ഓക്കെ, ഇതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. കോപ്പർ ട്യൂബിങ്, അതിൻ്റെ പുറത്ത് ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ ഇൻസുലേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളാണ് ഈ സമുദ്രത്തിനടിയിൽ കൂടെയൊക്കെ, ഞാൻ പറഞ്ഞു പല കൺട്രികൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കടലിനടിയിൽ കൂടെയൊക്കെ സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട്, അതായത് കേബിൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കേബിളുകൾ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളാണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് സമുദ്രത്തിൻ്റെ അടിയിൽ കൂടെ മറ്റ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 4-5 വർഷം മുമ്പ് ഒരിക്കൽ 2-3 ദിവസത്തേക്ക് ഇൻ്റർനെറ്റ് ഫുൾ പ്രോബ്ലം ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത്, സമുദ്രത്തിൻ്റെ അടിയിൽ ഉള്ള ഈ കേബിള് ഡാമേജ് ആയി. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 ദിവസം, ഏതാണ്ട് ഒരാഴ്ചയോളം സമയം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, ആ സമുദ്രത്തിൻ്റെ അടിയിലുള്ള കേബിള് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഇൻ്റർനെറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പോസിബിൾ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്താണ് ഇങ്ങനെയുള്ള കേബിളൊക്കെ ഡാമേജ് ആവുക എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ മാക്സിമം സ്ട്രെങ്ത്ത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുണ്ടാവും. അതിനുള്ള കോട്ടിംഗ് ആണ് പുറത്ത് കാണുന്ന സ്റ്റീൽ വയറുകളും കോപ്പർ ട്യൂബിങ്ങുകളും, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഇൻസുലേഷൻ. ഓക്കെ, ഫിഷ്, അതായത് തിമിംഗലം, അതുപോലത്തെ സ്രാവ്, അങ്ങനത്തെ ഫിഷുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രോങ് കേസിംഗ് ആയിരിക്കും ഈ ഫൈബർ കേബിളിനൊക്കെ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞാണ്. ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ആൻഡ് ബാൻഡ്വിഡ്ത്ത്, ലൈറ്റ് വെയ്റ്റ്, ലെസ് സിഗ്നൽ അറ്റന്വേഷൻ, അതായത് സിഗ്നൽ ഡിസ്റ്റോർഷനൊക്കെ കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇൻ്റർഫറൻസ്, മാഗ്നറ്റ്, ഈ ലൈറ്റിനടുത്ത് മാഗ്നറ്റൊക്കെ വെച്ചാലും ഇലക്ട്രോ മാഗ്നറ്റിക്കിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, അത് ലൈറ്റ് അതിൻ്റെ രീതിയിൽ പാസ് ചെയ്ത് വന്നോളൂ. റെസിസ്റ്റൻസ് ടു കൊറോസീവ് മെറ്റീരിയൽസ്, തുരുമ്പടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഈ അകത്തുള്ള ഗ്ലാസ് മെറ്റീരിയൽ ആയിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ്, ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ, ഹൈ കോസ്റ്റ്, ഫ്രജൈൽ, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പിന്നെ RJ45 കേബിൾ എന്ന് പറയുന്ന കേബിളാണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഇഥർനെറ്റ് കേബിളിൻ്റെ 2 സൈഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അതിനകത്ത് 8 പിന്നാണ് ഉണ്ടാവുക. 8 പിന്ന്, 8 കണക്റ്റർ, 8 കോണ്ടാക്ട്, 8 പൊസിഷൻ, 8 കോണ്ടാക്ട്. ഇതാണ് 8P 8C എന്ന് പറയുന്നത്. ഓക്കെ, ഈ RJ45 അല്ലാതെ RJ11 കേബിൾ വരുന്നുണ്ട്, RJ11 കണക്ടർ. അതിനകത്ത് 6 പിന്നാണ് മാക്സിമം വരുന്നത്. ഈ RJ11 കേബിളാണ് നമ്മുടെ വീട്ടിലൊക്കെ ടെലിഫോൺ കണക്ടറായിട്ട്, ടെലിഫോൺ ജാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. RJ11 ആണ്. RJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ജാക്ക്, അതാണ് RJ45 ആയാലും RJ11 ആയാലും RJ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റേർഡ് ജാക്ക് എന്നാണ്. ഓക്കെ, പിന്നെ RJ11, 14, 25 എന്ന് പറയുന്നത് ഈ 2 പിന്ന് അല്ലെങ്കിൽ 4 പിന്ന്, 6 പിന്ന്, അത് എത്ര പിന്ന് യൂസ് ചെയ്യുന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു നമ്പർ യൂസ് ചെയ്യുന്നത്.
പിന്നെ BNC കണക്ടർ പറഞ്ഞു, ബെയ്നോട്ട് നെല്ലി കൺസിൽമെൻ, അതാണ് BNC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പുഷ് ചെയ്തിട്ട്, അതായത് ഒരു ഗ്രൂവ് ഉണ്ടാവും. ഓക്കെ, ഗ്രൂവിലോട്ട് അതിൻ്റെ ഒരു പിന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുക. ഒരു സൈഡിലോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുക. BNC കേബിൾ വീട്ടിൽ ആരെങ്കിലും എന്താണ് CCTVൻ്റെയോ അല്ലെങ്കിൽ ചില റിസീവറിൻ്റെ ഒക്കെ കണക്ടർ ഇങ്ങനെയുള്ളൊരു കണക്ടറാണ് വരുന്നത്, ക്യാമറയുടെ കണക്ടറൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് കേബിളാണ് BNC കണക്ടർ എന്ന് പറയുന്നത്. അതും ഓഡിയോ വീഡിയോ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ഗ്രൂവിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂവ് പിന്നിൻ്റെ കണക്ഷൻ ലൂസ് കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒഴിവാക്കാൻ കുറച്ചും കൂടെ ടൈറ്റ്, അതായത് കുറച്ചും കൂടെ 100% ഷുവറായിട്ട് ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ TNC ത്രെഡഡ് നെറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കണക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് BNC യൂസ് ചെയ്യുന്ന ഗ്രൂവിന് പകരം ത്രെഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് 2 കേബിളുകളാണ് ഇവിടെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് BNC കണക്ടറാണ്, റൈറ്റ് സൈഡിലുള്ളത് TNC കണക്ടറാണ്. അതിൻ്റെ പുറത്ത് ത്രെഡാണ് കാണുന്നത്. ഓക്കെ, ഈ ത്രെഡാണ് ഇതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസ് ആവുന്ന പ്രോബ്ലം അല്ല. പിന്നെ ക്രിമ്പിംഗ് ടൂള് നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെ ക്ലാസ്സിലൊക്കെ കണ്ട ടൂളാണിത്, ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ നെറ്റ്വർക്ക് കേബിളും അതുപോലെ തന്നെ ടെലിഫോൺ കേബിളും ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കേബിളിനകത്തുള്ള വയർ കണക്ടറും ഈ RJ45 അല്ലെങ്കിൽ RJ11 ജാക്ക്, അതായത് കണക്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ഈ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രസ് ചെയ്തിട്ടാണ് അത് ജോയിൻ ചെയ്യുക, കൺജോയിൻ ചെയ്യുക. Crimping tool is a device used to conjoin 2 pieces of metal by deforming one or both of them to hold each other. എന്ന് പറഞ്ഞാൽ ഈ ഒരു കേബിള് എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുക എന്നുള്ള മെത്തേഡ് നമുക്ക് താഴോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, ആവശ്യത്തിനുള്ള നീളം വെച്ചിട്ട് ആ കേബിള് കട്ട് ചെയ്യും. ഓക്കെ, 1/2 ഇഞ്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. 1/2 ഇഞ്ച് ലെങ്ത് വെച്ചിട്ട് കേബിള് ഇൻസുലേഷൻ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ടുള്ള, ഇൻസുലേഷൻ അല്ല, പുറത്തുള്ള പ്ലാസ്റ്റിക് കവറിങ് റിമൂവ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് കേബിളിൻ്റെ ലെങ്ത്തും 1/2 ഇഞ്ചിൽ കൂടാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു കണക്ടറാണ് നമ്മൾ ഇതിനകത്തോട്ട്, അങ്ങനെയുള്ളൊരു കേബിളാണ് ഈ RJ45 കണക്ടറിനകത്തോട്ട് വെച്ച് ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു യൂസ് ക്രിമ്പിംഗ് ടൂൾ. Then to use the crimping tool, each wire is first placed into the connector. ഇപ്പോൾ 8 വയറായിരിക്കും നെറ്റ്വർക്ക് കേബിളിനകത്ത് ഉണ്ടാവുന്നത്. അത് ഏത് ഓർഡറിലാണ് ആ വയർ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ T568A അല്ലെങ്കിൽ T568B ആ ഒരു മെത്തേഡ്, അതിൽ ഏതാ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കളർ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതായത് വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ബ്രൗൺ, ബ്രൗൺ, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കേബിൾ ഇൻസെർട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കേബിൾ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം then the connector with the wires are placed into the crimping tool. ഓക്കെ, നമ്മൾ ജാക്കിലൊത്ത്, അതായത് കണക്ടറിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുള്ള കേബിളും എന്ത് ചെയ്യുക, ക്രിമ്പിംഗ് ടൂളിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണക്ടറിൻ്റെ മുകളിൽ ഒരു മെറ്റൽ പോർഷൻ ഉണ്ടാവും. നിങ്ങൾ RJ45ൻ്റെ കണക്ടർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ഒരു മെറ്റൽ പോർഷൻ വരുന്നുണ്ട്. 8 മെറ്റൽ പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്രിമ്പിംഗ് ടൂള് നമ്മൾ ഇതിനകത്തോട്ട് വയർ ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത്
എന്താണ് സംഭവിക്കുന്നത്, ഈ മെറ്റൽ ഭാഗങ്ങളുണ്ടല്ലോ, ഈ മെറ്റലായിട്ടുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പ്രസ്സാവും. ഓക്കെ, വളരെ ചെറിയൊരു എമൗണ്ട്, ഒരു 1/2 മില്ലിമീറ്റർ അകത്തോട്ട് പ്രസ്സാവും. എവിടേക്കാണ് പ്രസ്സാവുന്നത്? നമ്മൾ അകത്തോട്ട് ഇറക്കി വെച്ചിട്ടുള്ള കേബിളിൻ്റെ മുകളിലോട്ടാണ് ഈ ഒരു മെറ്റൽ ടീത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഈ മെറ്റൽ പോയിന്റ്സുകൾ പ്രസ്സാവുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റലും നമ്മുടെ കേബിളിൻ്റെ മുകളിലുള്ള മെറ്റലും തമ്മിൽ ജോയിൻ്റ് ആവും. അങ്ങനെയാണ് നമുക്കുള്ള കേബിളിൻ്റെ കണക്ഷൻ ഈ ഒരു കണക്റ്റേഴ്സിൻ്റെ മുകളിലോട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും 2 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ ശരിക്ക് കണക്റ്റ് ആവുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേബിള് കട്ട് ചെയ്തിട്ട് വേറെ കണക്ടർ ജോയിൻ ചെയ്യും, ഇത് ക്രിമ്പിങ് ചെയ്യും. അപ്പോൾ കണക്ടിവിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആരെങ്കിലും നോട്ടിലോട്ട് പകർത്തി എഴുതിയോ? ഹിസാന എഴുതിയോ? അലീന എഴുതി. ഹിസാന എഴുതിയോ? സ്മിത എഴുതിയോ? ഓക്കെ, അതെനിക്ക് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്ത് തരണം കേട്ടോ, നിങ്ങൾ ആ നോട്ട്. ഈ ഒരു കളർ കോഡ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോട്ടായിട്ട് എഴുതാനൊന്നും പറയുന്നില്ല. ഈ ഒരു ഇമേജ് ഇതിൻ്റെ ഡയഗ്രാമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ പിന്നിൻ്റെ ഡയറക്ഷനൊക്കെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇമേജ് വരയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കളർ കോഡിങ്. ഓക്കെ, ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് 568A ആണ്. ഓക്കെ, വൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഓക്കെ, 568Bയിൽ വൈറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ, കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് 568B ആണ്, കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്ന മെത്തേഡ്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഈ നെറ്റ്വർക്ക് കേബിൾ എടുത്തിട്ട് തലതിരിച്ച് പിടിച്ച് നോക്കിയാൽ, അതായത് ഈ കളർ കാണുന്ന രീതിയിൽ പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കളറ് കാണാൻ പറ്റും ഏത് കേബിളിൻ്റെയും. ഇതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഓർഡർ ഉണ്ട്. ഓക്കെ, 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈ 8 പിന്നും, അതായത് 8 വയറും ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും കണക്ട് ചെയ്തത്. ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു രീതിയിൽ കണക്ട് ചെയ്യാം, വേറൊരു ടെക്നീഷ്യൻ വന്നിട്ട് അവരുടെ രീതിയിൽ കണക്ട് ചെയ്യുക, അങ്ങനെയല്ല. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡറാണ്. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ ബ്ലൂ, വൈറ്റ് ബ്ലൂ ഗ്രീൻ, വൈറ്റ് ബ്രൗൺ. ഇതാണ് 568B എന്നുള്ളതിൻ്റെ കളർ കോഡിങ്. 568A എന്ന് പറയുന്നത് ഒരു ഇൻ്റർചേഞ്ച് നടക്കുന്നുണ്ട്. കാര്യം എന്താണ്, ഈ ഓറഞ്ചിന് പകരം അവിടെ വരുന്നത് ഗ്രീനാണ്. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഗ്രീനിന് പകരം ഓറഞ്ചും വരും. അപ്പോൾ ഇവിടെ 568Bയിൽ വരുന്നത് വൈറ്റ് ഓറഞ്ചാണ്. പക്ഷേ 568Aയിൽ വരുന്നത് ഈ ഓറഞ്ചിന് പകരം ഗ്രീൻ, അല്ലേ, വൈറ്റ് ഗ്രീന് വരും. രണ്ടാമത്തേത് ഓറഞ്ചിന് പകരം ഗ്രീന് വരും. മൂന്നാമത്തേത് 568Bയിൽ വരുന്നത് വൈറ്റ് ഗ്രീൻ ആയിരുന്നു, ഇവിടെ എന്താണ്, വൈറ്റ് ഓറഞ്ച് വരുന്നു. ബ്ലൂനും വൈറ്റ് ബ്ലൂനും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഈ ഓറഞ്ച് നേരത്തെ 568Bയിൽ ഗ്രീൻ ആയിരുന്നു വന്നത്, അല്ലേ, നമ്പർ 6 നോക്കി അറിയാം, ഗ്രീൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഓറഞ്ചാണ് വന്നത്. ഓക്കെ, പിന്നെ വൈറ്റ് ബ്രൗണിനും വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡുകൾ നമുക്ക് താഴോട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന രീതി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോത്ത് 568A ആൻഡ് 568B സ്റ്റാൻഡേർഡ് straight through cables are used most often as a patch code for your Ethernet connection. ഈ പാച്ച് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഥർനെറ്റ് കേബിളിൻ്റെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിനാണ് പാച്ച് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പാച്ച് കോഡ് നമ്മുടെ അല്ലെങ്കിൽ പാച്ച് കേബിൾ എന്ന് പറയും. അതായത് നെറ്റ്വർക്ക് കേബിൾ തന്നെയാണ്. ഓക്കെ, അതിന് പറയുന്ന ഒരു പേരാണ് പാച്ച് കോഡ് അല്ലെങ്കിൽ പാച്ച് കേബിള് അല്ലെങ്കിൽ ഇഥർനെറ്റ് കേബിള്, നെറ്റ്വർക്ക് കേബിള്, അങ്ങനെയൊക്കെ പറയും.
ഓക്കെ, നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും പാച്ച് കോഡ്സ് അല്ലെങ്കിൽ ഇഥർനെറ്റ് കേബിൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ക്രോസ് ഓവർ കേബിൾ എന്ന് പറഞ്ഞാൽ 568Aയും 568Bയും വരുന്നതാണ്. അതായത് കേബിളിൻ്റെ ഒരു സൈഡിൽ 568A ആയിരിക്കും, മറ്റേ സൈഡിൽ 568B ആയിരിക്കും. ഈ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യുന്നത് സിമിലർ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമിലർ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഥർനെറ്റ് NIC കാർഡ് നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലുള്ള നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടാണ് അല്ലേ NIC കാർഡ്. ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ പരസ്പരം വേറെ ഡിവൈസ് ഒന്നുമില്ലാതെ, ഇൻ്റർമീഡിയറ്റ് ഡിവൈസ് ഒന്നുമില്ലാതെ പരസ്പരം കേബിൾ മാത്രം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫയൽ ഷെയറിങ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന കേബിള് ഈ ക്രോസ് ഓവർ കേബിളാണ്. അതായത് രണ്ട് സൈഡിലും രണ്ട് രീതിയിലായിരിക്കും അതിനകത്ത് കേബിൾ ഓർഡർ വരുന്നത്. ഒന്ന് 568A ആയിരിക്കും, മറ്റേത് 568B ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് സ്വിച്ചുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യാൻ ഈ ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യുക. രണ്ട് ഹബിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യും. പക്ഷേ ഡിഫറെൻ്റ് ഡിവൈസുകൾ, അതായത് കമ്പ്യൂട്ടറും റൗട്ടറും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഇഥർനെറ്റ് സ്വിച്ചും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഹബും അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ, അതായത് കേബിളിൻ്റെ രണ്ട് സൈഡും ഈ വൈറ്റ് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ എന്നുള്ള ഒരേ രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ആയിരിക്കും ഡിഫറെൻ്റ് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേബിളിൻ്റെ കളറിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ്. എ ഗുഡ് വേ ടു റിമെമ്പർ ഹൗ ടു വയർ എ ക്രോസ് ഓവർ ഇഥർനെറ്റ് കേബിൾ ഈസ് ടു യൂസ് വൺ സൈഡ് 568Aയും അതർ സൈഡ് 568B സ്റ്റാൻഡേർഡിലും ക്രിമ്പ് ചെയ്താൽ ഒരു ക്രോസ് ഓവർ കേബിളായി. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡ് ഓർമ്മിക്കാൻ എന്താണ്, അനദർ വേ ഓഫ് റിമെമ്പറിങ് ദ കളർ കോഡ് ഈസ് ടു സിംപ്ലി സ്വിച്ച് ദ ഗ്രീൻ സെറ്റ് ഓഫ് വയർ ഇൻ പ്ലേസ് ഓഫ് ഓറഞ്ച് സെറ്റ് ഓഫ് വയർ. ഗ്രീനിനെ ഓറഞ്ചായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. സ്പെഷ്യലി സ്വിച്ച് ദ സോളിഡ് ഗ്രീൻ, സ്പെസിഫിക്കലി സ്വിച്ച് ദ സോളിഡ് ഗ്രീൻ ടു ദ സോളിഡ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ വൈറ്റ് വിത്ത് ഓറഞ്ച് വൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ഇപ്പോൾ കേബിൾ ഇൻസ്ട്രക്ഷൻ, ഇഥർനെറ്റ് കേബിളിൻ്റെ ക്രിമ്പിംഗ് ഇൻസ്ട്രക്ഷൻ ആണ് പുൾ ദ കേബിൾ ഓഫ് ദ റിയൽ ടു ഡിസൈഡ് ലെങ്ത് ആൻഡ് കട്ട്. നമ്മൾ ഇഥർനെറ്റ് കേബിളിൻ്റെ ഇത് ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരേണ്ടതാണ്. അപ്പോൾ അതിനുള്ള മെത്തേഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ തിയററ്റിക്കലി പറഞ്ഞു തരിക, പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്കിതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, കേബിളിൻ്റെ എൻഡിൽ ആവശ്യമുള്ള നീളം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഇഫ് യു ആർ പുള്ളിങ് ദ കേബിൾസ് ത്രൂ ദ ഹോൾസ് ഇറ്റ്സ് ഈസിയർ ടു അറ്റാച്ച് RJ45 പ്ലഗ് ആഫ്റ്റർ ദ കേബിൾ ഈസ് പുൾഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോളിൽ കൂടെയാണ് നമുക്ക് ഈ കേബിൾ പുള്ള് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ കേബിൾ വലിച്ചെടുത്തതിന് ശേഷം ഈ കേബിളിൻ്റെ എൻഡിൽ RJ45 കണക്ട് ചെയ്യുക. അല്ലാതെ ആദ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകില്ല, എവിടെയെങ്കിലും സ്റ്റക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് വയർ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ PC ആൻഡ് ഹബ് ഓർ ഹബ് ബിറ്റ്വീൻ ദ PCs കനോട്ട് ബി എക്സസ് 100 മീറ്റർ. അപ്പോൾ 100 മീറ്ററിൽ കൂടുതൽ കേബിള് യൂസ് ചെയ്യാൻ പാടില്ല. 100 മീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു 55 മീറ്ററിൽ കൂടാൻ പാടില്ല. ഓക്കെ, അതുപോലെ 100 ബേസ് TX ആണ് കേബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 300 മീറ്റർ കൂടാൻ പാടില്ല. പിന്നെ സ്റ്റാർട്ട് വൺ എൻഡ് ഓഫ് ദ സ്ട്രിപ്പ് വിത്ത് ദ കേബിൾ ജാക്കറ്റ് ഓഫ്. ഒരു സൈഡിൽ എന്ത് ചെയ്യുക, നമ്മൾ കേബിൾ ജാക്കറ്റ് എന്ന് പറഞ്ഞില്ല, അതിൻ്റെ പുറമേയുള്ള ആ ഒരു കവറിങ്, പ്ലാസ്റ്റിക് കവറിങ്, അത് നമ്മൾ റിമൂവ് ചെയ്യുക. ഏതാണ്ട് 1 ഇഞ്ച് ലെങ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, യൂസിങ് ദ നൈഫ് ഓർ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി വെച്ച് കട്ട് ചെയ്യാം. ബി എക്സ്ട്രാ കെയർഫുൾ നോട്ട് ടു നിക്ക് ദ വയേഴ്സ്, അതർവൈസ് യു വിൽ നീഡ് ടു സ്റ്റാർട്ട് ഓവർ. അതായത് നമ്മൾ പുറത്തെ കവറ് ഇൻസുലേഷൻ കളയുന്ന സമയത്ത്
അകത്തുള്ള വയറിന് ഡാമേജ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി വീണ്ടും ചെയ്യേണ്ടി വരും. സ്പ്രെഡ് അൺട്വിസ്റ്റഡ് പെയേഴ്സ് ആൻഡ് അറേഞ്ച് ദ വയേഴ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഡിസൈഡ് കേബിൾ എൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത വയറായിരിക്കുമല്ലോ അല്ലേ, ട്വിസ്റ്റഡ് പെയറാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് ഈ 1 ഇഞ്ച് ഭാഗം നമ്മൾ പുറത്തുള്ള ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ടാവും. ആ ഭാഗം നമ്മൾ കേബിളുകളുടെ ട്വിസ്റ്റിംഗ് ഒഴിവാക്കി അൺട്വിസ്റ്റ് ചെയ്യാം, നേരെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അറേഞ്ച് ചെയ്യുക. 568A ആണോ 568B മോഡലാണോ നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ കളറ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഓർഡറിൽ വെക്കുക. ഓക്കെ, ഫ്ലാറ്റൻ ദ എൻഡ് ബിറ്റ്വീൻ യുവർ തമ്പ് ആൻഡ് 4 ഫിംഗർ. നമ്മൾ 2 വിരലിൻ്റെ ഇടയിലാക്കി വെച്ചിട്ട് ആ എൻഡ് കേബിളിൻ്റെ സ്ട്രെയിറ്റൻ ആക്കി എടുക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കി എടുക്കുക, അതായത് ബെൻഡിങ് ഒന്നും ഇടാൻ പാടില്ല ആ കേബിളിൻ്റെ ഇൻസുലേഷൻ പോക്കിയിട്ടുള്ള ആ ഭാഗത്ത്. ട്രിം ദ എൻഡ് ഓഫ് ദ വയർ സോ ദേ ആർ ഈവൻ വിത്ത് വൺ അനദർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാം. എത്ര, 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട്, ഓൺലി 1/2 ഇഞ്ച് വയർ ലെങ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ശരിക്കും ആ RJ45 കണക്ടറിനകത്തോട്ട് 1/2 ഇഞ്ച് നീളത്തിൽ മാത്രമേ വയറ് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ലെങ്ത് ആയിട്ട് നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ക്രിമ്പ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ 1/2 ഇഞ്ച് ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് സ്പേസ് ആൻഡ് സസ്പെക്റ്റബിൾ ടു ക്രോസ് ടാക്ക്. ഓക്കെ, നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന കേബിളിലെ ഞാൻ നേരത്തെ ഇവിടെ ചിത്രത്തിൽ കാണിച്ചെന്ന് ആ ഇമേജ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കേബിൾ ഉണ്ടല്ലോ, ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ നമ്മൾ എത്ര വരെ പോക്കാം, 1 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇൻസുലേഷൻ പോക്കാം മൊത്തത്തിൽ. ഓക്കെ, ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ച് ദൂരം വിട്ടിട്ട് നമ്മൾ പുറമെയുള്ള ഇൻസുലേഷൻ കളയുക. അതിനുശേഷം ഈ ക്രോസ് ആയിട്ട് വെച്ചിട്ടുള്ള കേബിളൊക്കെ ആ ക്രോസിങ് ഒഴിവാക്കി സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, വൈറ്റ് ഓറഞ്ചും ഓറഞ്ചൊക്കെ എല്ലാം സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഈ കളറ് അറേഞ്ച് ചെയ്തിട്ട് വരിക. വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച് വൈറ്റ് ഗ്രീൻ എന്നുള്ള രീതിയിൽ ആ കളറിൻ്റെ ഓർഡറിൽ ഈ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുള്ള കേബിള് എന്താണ് അറേഞ്ച് ചെയ്തിട്ട് പിടിക്കുക. അത് കറക്റ്റായിട്ട് പിടിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓർഡർ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഈ എന്താണ് ഇൻസുലേഷൻ കളഞ്ഞിട്ടുള്ള ആ ഒരു വയറുണ്ടല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട വയറ്, ആ വയറ് ഒരു 1/2 ഇഞ്ച് ദൂരം മാത്രം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. നമുക്ക് മൊത്തം കേബിളിൻ്റെ ഇൻസുലേഷൻ പോക്കിയ ഭാഗം 1/2 ഇഞ്ച് നീളം മതി. ആ ഭാഗമാണ് നമ്മൾ RJ45 കണക്ടറിൻ്റെ അകത്തോട്ട് വെച്ച് ക്രിമ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്പ്രെഡ് അൺട്വിസ്റ്റ്, ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ലെങ്ത് ആയിട്ട് നമ്മൾ അൺട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല, 1/2 ഇഞ്ച് കൂടാൻ പാടില്ല. പിന്നെ എന്താണ്, ഹോൾഡ് RJ45 പ്ലഗ് വിത്ത് ക്ലിപ്പ് ഫേസിങ് ഡൗൺ. ഓക്കെ, നമ്മൾ ആ കേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിപ്പിൻ്റെ പിന്നില്ലേ, കണക്ടറിൻ്റെ RJ45ൻ്റെ ഒരു സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് താഴോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കേബിള് നമ്മൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കേബിള് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാക്സിമം നന്നായിട്ട് പുഷ് ചെയ്യുക അകത്തോട്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ RJ45 കണക്ടർ ഈ ക്രിമ്പിംഗ് ടൂളിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ക്രിമ്പ് ചെയ്യുക. അങ്ങനെ ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ലോക്ക് പോലെയുള്ള ഒരു സംഭവമുണ്ട്. ഓക്കെ, ആ ലോക്ക് എന്താ ചെയ്യുന്നത്, ഈ കേബിളിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് പ്രസ്സായിട്ട് കേബിളും ഈ RJ45 കണക്ടറും നന്നായിട്ട് ജോയിൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് വലിച്ച് ഊരിയാലൊന്നും ആ കേബിൾ പുറത്തോട്ട് വരില്ല, അത്രയും ടൈറ്റായി നിൽക്കും. ഓക്കെ, ക്രോസ് ഓവർ കേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന രീതിയിലായിരിക്കും കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേബിളിൻ്റെ ഒരു സൈഡിൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നത് സ്ട്രെയിറ്റ് ത്രൂ കേബിളാണ്. റൈറ്റ് സൈഡ് കാണുന്ന ചിത്രം ക്രോസ് ഓവർ കേബിളാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ ഒന്ന് നോക്കാനുള്ള രണ്ട് സൈഡും ഒരേ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു കണക്ടറിൻ്റെ രണ്ട് സൈഡിലും ഒരേ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, ഗ്രീൻ, ആ ഒരു ഏത് രീതിയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ. ഇതിപ്പോൾ 568A ഓർഡറിലാണ് അല്ലേ. ഫസ്റ്റ് വരുന്നത് വൈറ്റ് ഗ്രീൻ ആണ്. വൈറ്റ് ഗ്രീൻ വരുന്നത് എന്താണ് 568A ആണ്. 568Bയിൽ സ്റ്റാർട്ടിങ് വരുന്നത് വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച് എന്ന് പറഞ്ഞായിട്ട് വരുന്നത്. ഓക്കെ, ക്രോസ് ഓവർ കേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കേബിള് ഒരു സൈഡിൽ വൈറ്റ് ഗ്രീൻ, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓർഡറിലാണ് വരുന്നത്. രണ്ടാമത്തെ സൈഡിൽ വരുന്നത് വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ബ്രൗൺ, ബ്രൗൺ അല്ലേ. ഒരു സൈഡിൽ ഈ RJ അല്ല എന്താണ് T568Aയും മറ്റേ സൈഡിൽ T568B. ആ ഒരു രീതിയിലാണ് ക്രോസ് ഓവറിൽ കണക്ഷൻ വരുന്നത്. പിന്നെ ഇഥർനെറ്റ് കേബിളിൻ്റെ ചെറിയൊരു ടിപ്പാണ് എങ്ങനെയാണ് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ളൊരു മെത്തേഡിന്. എ സ്ട്രേറ്റ് ത്രൂ കേബിൾ ഹാസ് ഐഡൻറ്റിക്കൽ എൻഡ്. ഓക്കെ, ഒരു സ്ട്രേറ്റ് ത്രൂ കേബിൾ ആണെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡിലുള്ള കണക്ടർ ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരേ രീതിയിലായിരിക്കും അതിൻ്റെ കളറ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞായിരിക്കും രണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ക്രോസ് ഓവർ കേബിൾ ആണെങ്കിൽ രണ്ട് എൻഡും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കളറ് വ്യത്യാസം ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു സൈഡിൽ വൈറ്റ് ഗ്രീൻ ആയിരിക്കും തുടങ്ങുന്നത്, രണ്ടാമത്തെ സൈഡിൽ വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച് എന്നുള്ള രീതിയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ കളറിൽ വ്യത്യാസം ഉണ്ടാവും, രണ്ട് എൻഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ എ സ്ട്രേറ്റ് ത്രൂ കേബിൾ ഈസ് യൂസ്ഡ് ആസ് എ പാച്ച് കോഡ് ഇൻ ഇഥർനെറ്റ് കേബിൾ. ഓക്കെ, പാച്ച് കോഡായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ത്രൂ കേബിളാണ്. ഓക്കെ, ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക്, മറ്റൊരു ടൈപ്പ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രേറ്റ് ത്രൂ കേബിളാണ് യൂസ് ചെയ്യുന്നത്. എ ക്രോസ് ഓവർ കേബിൾ ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഇഥർനെറ്റ് ഡിവൈസസ് വിത്തൗട്ട് എ ഹബ് ഓർ കണക്റ്റിംഗ് ടു A crossover cable is used to connect two Ethernet devices without a hub. ഓക്കെ, വേറെ ഹബ്ബോ സ്വിച്ചോ ഒന്നും ഇല്ലാതെ രണ്ട് ഇഥർനെറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കാം അല്ലേ. കമ്പ്യൂട്ടറിലാണ് ഇഥർനെറ്റ് ഡിവൈസ് വരുന്നത്. ഹബ്ബൊന്നും ഇല്ലാതെ നേരിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഫോർ കണക്റ്റിംഗ് ടു ഹബ്സ്, രണ്ട് ഹബ്ബുകളെ പരസ്പരം ബന്ധിപ്പിക്കാനും ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യും. അതായത് രണ്ട് ഹബ്ബ് എന്ന് പറഞ്ഞാൽ സെയിം ഡിവൈസ് ആണ് അല്ലേ. സെയിം ഡിവൈസ് ആണ് രണ്ട് ഹബ്ബ്. രണ്ട് ഇഥർനെറ്റ് എന്ന് പറഞ്ഞാലും സെയിം ഡിവൈസ് ആണ്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പാച്ച് കേബിൾ യൂസ് ചെയ്യും. പിന്നെ എ ക്രോസ് ഓവർ ഹാസ് വൺ എൻഡ് വിത്ത് ഓറഞ്ച് സെറ്റ് ഓഫ് വയർഡ് സ്വിച്ച്ഡ് വിത്ത് ഗ്രീൻ സെറ്റ്. ഇപ്പോൾ ക്രോസ് ഓവർ കേബിളിനകത്ത് ഒരു സൈഡിലുള്ള കണക്ടറും മറ്റേ സൈഡിലുള്ള കണക്ടറും തമ്മിൽ എന്താണ് ഓറഞ്ചും ഗ്രീനും പരസ്പരം സ്വിച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓറഞ്ചിന് പകരം ഗ്രീനും, ഗ്രീനിന് പകരം ഓറഞ്ചായിട്ടാണ് ക്രോസ് ഓവർ കേബിളിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഓഡ് നമ്പേർഡ് പിൻസ് ആർ ഓൾവേസ് സ്ട്രിപ്പ്ഡ്, ഈവൻ നമ്പേഴ്സ് പിൻസ് ആർ ഓൾവേസ് സോളിഡ് കളേർഡ്. ഒരു കേബിളിൽ കറക്റ്റ് ആണോ എന്നുള്ള അറിയണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഓരോ അടുത്തടുത്തുള്ള രണ്ട് കളറ് എന്താണ് സോളിഡ് കളറ് വരില്ല. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തേതും രണ്ടാമത്തേതും തമ്മിൽ എന്താണ് സ്ട്രിപ്പായിട്ട്, ഒന്ന് സ്ട്രിപ്പാണെങ്കിൽ ഒന്ന് സോളിഡ് കളറായിരിക്കും. ഓക്കെ, അടുത്തടുത്തുള്ള കളറ് എന്തായാലും ഒരിക്കലും രണ്ട് ഫുൾ കളറ് വരില്ല. അതേപോലെ തന്നെ രണ്ട് സോളിഡ് എന്താണ് സ്ട്രിപ്പ് വയറായിട്ട് അങ്ങനെ വരില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കേബിൾ ഏതാണ്ട് കറക്റ്റ് ആണോ എന്നുള്ള അറിയാൻ പറ്റും. ലുക്കിംഗ് അറ്റ് RJ45 വിത്ത് ദ ക്ലിപ്പ് ഫേസിങ് away from you, brown is always on the right and pin 1 is on the left.
അപ്പോൾ ഒരു കേബിൾ RJ45 കണക്ടറിനെ നമ്മൾ അതിൻ്റെ ക്ലിപ്പ് ഉള്ള ഭാഗം നമുക്ക് എഗെയിൻസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറുള്ള വയർ എപ്പോഴും നമ്മുടെ വലത് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതും നമുക്ക് കേബിൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. അത് മാത്രമല്ല, എല്ലാം മാച്ച് ആവണം. No more than ½ inch of Ethernet cable should be untwisted. Otherwise, it will be susceptible to crosstalk. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ മുകളിൽ കേബിള് അൺട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ഒരു കേബിളിൽ നിന്ന് മറ്റേ കേബിളിലേക്ക് ഇൻ്റർഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Do not deform, do not bend, do not stretch, do not staple, do not run parallel with power cables, and do not run Ethernet cables near noise inducing components. അപ്പോൾ കേബിള് വലിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കേബിള് വലിച്ച് ഫുൾ ശക്തിയോടുകൂടി വലിക്കാൻ പാടില്ല, ഓവറായിട്ട് ബെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാപ്ലെയർ പോലെയുള്ള ഒന്ന് യൂസ് ചെയ്തിട്ട് സ്റ്റാപ്ലെയർ ചെയ്യാൻ പാടില്ല. പിന്നെ പവർ കേബിൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കൂടെ അതേ ലൈനിൽ തന്നെ ഇഥർനെറ്റ് കേബിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും നോയ്സ് ഇൻ്റർഫറൻസ് ഉള്ള ഏരിയയിൽ ഈ കേബിൾ യൂസ് ചെയ്യാൻ പാടില്ല. അത്രയും കാര്യങ്ങൾ ഇഥർനെറ്റ് കേബിളിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ കേബിളിങ്ങിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സൈഡാണ്. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഒരു ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ ഒരു യൂസറിൽ നിന്നും മറ്റൊരു യൂസറിലേക്ക് അല്ലെങ്കിൽ ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. നമ്മളൊരു ഡാറ്റയെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, this exchange is done between two devices over a transmission medium. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഈ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും അല്ലേ, ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴിയായിരിക്കും. ആ ട്രാൻസ്മിഷൻ മീഡിയം എന്തൊക്കെയാവാം? നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളുകളിൽ ഏതുമാവാം, കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളിൽ ഏതുമാവാം. അതായത് ഈ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഇഥർനെറ്റ് കേബിൾ ആവാം, കോയാക്സിയൽ കേബിൾ ആവാം, ഫൈബർ ഒപ്റ്റിക് ആവാം. ഓക്കെ, വയർലെസ് ആണെങ്കിൽ എക്സ്റേ അല്ല, ഇൻഫ്രാറെഡ് ആവാം, ബ്ലൂടൂത്ത് രീതിയിലുള്ളതാവാം. ഓക്കെ, അത് എയർ വഴിയാണ് അതിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. The process involves a communication system which is made up of hardware and software. ഇപ്പോൾ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത്, കമ്പ്യൂട്ടർ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, ഹാർഡ്വെയറിൻ്റെ ഭാഗത്ത് പെടുന്നതാണ് നമ്മളെ കേബിളുകൾ, റൗട്ടറുകൾ, ഹബ്ബുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, പിന്നെ അങ്ങനെയുള്ള റൂളുകൾ. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഹാർഡ്വെയർ പാർട്ട് ഇൻവോൾവ്സ് ദ സെൻഡർ ആൻഡ് റിസീവർ ഡിവൈസസ് ആൻഡ് ദ ഇൻ്റർമീഡിയറ്റ് ഡിവൈസ് ത്രൂ വിച്ച് ഡാറ്റ പാസസ്. അതായത് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസും ഡാറ്റ റിസീവ് ചെയ്യാനുള്ള ഡിവൈസും അതിനിടയിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മീഡിയം അല്ലേ, അത്രയും ചേർന്നതാണ് അതിൻ്റെ ഹാർഡ്വെയർ പാർട്ട്. അതായത് സെൻഡ് ചെയ്യുന്ന ഡിവൈസ്, ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഡിവൈസും ഡാറ്റ റിസീവ് ചെയ്യുന്ന ഡിവൈസും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ്
കേബിൾ അതുപോലെയുള്ള ആ ഒരു ഡിവൈസും. ഇത്രയും ചേർന്നതാണ് ഹാർഡ്വെയർ പാർട്ട്. സോഫ്റ്റ്വെയർ പാർട്ടിലോ? സോഫ്റ്റ്വെയർ പാർട്ട് ഇൻവോൾവ്സ് certain rules which specify what to be communicated, how it is to be communicated and when. This is also called a protocol. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോകോൾ എന്താണെന്നുള്ളത്. എന്താണ്? എ സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ? സെൻഡറും റിസീവറും എന്താണ് അംഗീകരിച്ചിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾ. അപ്പോൾ ആ ഒരു പ്രോട്ടോകോളാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ എന്താണ് ഐഡിയലായിട്ട് വരാനുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് എഫക്റ്റീവ്നെസ് ഓഫ് എനി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് 4 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഡെലിവറി. ഡാറ്റ ഷുഡ് ബി ഡെലിവേർഡ് ടു ദ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് കറക്റ്റ് യൂസർ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു യൂസർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ അല്ലേ? നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വേറെ ഒരു യൂസർക്ക് കിട്ടാൻ പാടില്ല. അതാണ് പറയുന്നത് പ്രോപ്പർ ഡെലിവറി ആയിരിക്കണം. പ്രോപ്പർ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് യൂസർക്കായിരിക്കണം നമ്മുടെ ഡാറ്റ ഡെലിവേർഡ് ആവേണ്ടത്. പിന്നെ ആക്യുറസി, അതും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദ ട്രാൻസ്മിഷൻ മീഡിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെലിവർ ദ ഡാറ്റ ആക്യുറേറ്റ്ലി വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് എനി എറേഴ്സ്. ഓക്കെ, ഡാറ്റ മേ ബി ഗെറ്റ് കറപ്റ്റഡ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ എഫക്റ്റിംഗ് ദ ആക്യുറസി ഓഫ് ഡെലിവേർഡ് ഡാറ്റ. ഇപ്പോൾ ഒരു ഡാറ്റ കേബിൾ വഴി നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് എന്തെങ്കിലും ഇൻ്റർഫറൻസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും സിഗ്നൽ അതിനിടയ്ക്ക് മിക്സ് ആവുകയാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കില്ല റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ കറക്റ്റ് ആയില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഒരു എററും കൂടാതെ റിസീവർക്ക് കിട്ടണം അല്ലേ? നമ്മുടെ കേബിൾ വഴിയുള്ള ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസ് അതൊന്നും നമ്മുടെ ഡാറ്റയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. സെൻഡ് ചെയ്യുന്ന അതേ ഡാറ്റ റിസീവർക്ക് കിട്ടണം. കേൾക്കുന്നില്ല? പിന്നെ ടൈംലിനെസ്, അതായത് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അതേ ടൈമിൽ റിസീവർക്ക് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ ഐഡിയൽ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഇൻസ്റ്റൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം, റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കേൾക്കൂല. ഓക്കെ, അതുമാത്രമല്ല ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഡാറ്റ കിട്ടുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? ടൈംലിനെസ്, അതിൻ്റെ പ്രോബ്ലമാണ്. അതായത് റിയൽ ടൈം ട്രാൻസ്മിഷൻ അല്ല ശരിക്കും നടക്കുന്നത്, ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഒരു റിയൽ കമ്മ്യൂണിക്കേഷന്, അതൊരു ഐഡിയൽ കമ്മ്യൂണിക്കേഷന് ഈ ഒരു ടൈംലിനെസ് എഫക്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? റിയൽ ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ എന്താണ് റിസീവർക്ക് ഡാറ്റ കിട്ടണം. ഓഡിയോ ആൻഡ് വീഡിയോ ഡാറ്റ ഹാസ് ടു ബി ഡെലിവേർഡ് ഇൻ എ ടൈംലി മാനർ വിത്തൗട്ട് എനി ഡിലേ. സച്ച് എ ഡാറ്റ ഡെലിവറി ഈസ് കോൾഡ് റിയൽ ടൈം ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, അങ്ങനെ ഡിലേ ഇല്ലാതെ എന്താണ് റിയൽ ടൈം ആയിട്ട് ഡിലേ ഇല്ലാതെ ചെയ്യുന്ന ആ ഒരു ട്രാൻസ്മിഷനാണ് നമ്മൾ റിയൽ ടൈം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആൾക്ക് റിസീവ് ചെയ്യുന്ന ആളെ ആ ഇൻസ്റ്റൻറ്റിൽ, അതേ ഇൻസ്റ്റൻറ്റിലെ ഡാറ്റ കിട്ടും.
സെൻഡ് ചെയ്ത ഉടനെ ഡാറ്റ കിട്ടും, അല്ലാതെ ഡിലേ ആവില്ല. ജിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയേഷൻ ഇൻ ദ പാക്കേജ് അറൈവൽ ടൈം ആണ്. പാക്കേജ് വരുന്ന ടൈമിലുള്ള വേരിയേഷൻ ആണ് ജിറ്റർ എന്ന് പറയുന്നത്. അൺഈവൻ ജിറ്റർ മേ എഫക്റ്റ് ദ ടൈംലിനെസ് ഓഫ് ഡാറ്റ ബീങ് ട്രാൻസ്മിറ്റഡ്. ഇപ്പോൾ ഈ ഒരു ജിറ്റർ എന്ന് പറയുന്നത് ഡാറ്റ അറൈവ് ചെയ്യുമ്പോഴുള്ള ടൈം വേരിയേഷൻ ആണ്. ഓക്കെ, ആ വേരിയേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ടൈംലിനെസ്സിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഡാറ്റ കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിൽ റിസീവ് ചെയ്യാൻ പറ്റില്ല, ഡിലേ ഉണ്ടാവും. പിന്നെ കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് 5 കമ്പോണൻസ് അല്ലേ. ഒന്ന് സെറ്റ് ഓഫ് റൂൾസ് അല്ലേ, സെൻറ്റർ ഭാഗത്തുണ്ട്, റിസീവർ ഭാഗത്തും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലേ, അതൊന്ന്. പിന്നെ ഒന്ന് സെൻഡർ, പിന്നെ ഒന്ന് റിസീവർ, ഒക്കെ 3 എണ്ണമായില്ലേ. പിന്നെ ഒന്ന് മെസ്സേജ്, പിന്നെ ട്രാൻസ്മിഷൻ മീഡിയം. അത്രയാണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന 5 കമ്പോണൻസ്. ഓക്കെ, നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നു, ആ സെൻഡർ വെറുതെ അങ്ങ് സെൻഡ് ചെയ്യുന്നതല്ല, എന്താണ് കുറേ റൂളുകളുണ്ട് അല്ലേ, പ്രോട്ടോകോൾസ് ഉണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. അത് പ്രകാരം ആ റൂൾസ് പ്രകാരമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതും അതേ റൂൾസ് പ്രകാരമാണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ പ്രകാരമാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഡാറ്റ സെൻഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന പ്രോട്ടോക്കോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ TCP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ഇനി പഠിക്കാനുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞു തോന്നില്ല, നേരത്തെ പറഞ്ഞാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും. പക്ഷേ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, IP ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് നോക്കാം. ഓക്കെ, ഈ 5 കമ്പോണൻസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെസ്സേജ്. ഓക്കെ, എന്ത് മെസ്സേജ് ആണ് എന്നുള്ളത്. മെസ്സേജ് ഈസ് ദ ഇൻഫർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ സെൻഡർ ടു റിസീവർ. ഓക്കെ, സെൻഡർ റിസീവറിലേക്ക് അയക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. അത് എന്താണ്, അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനൊന്നുമില്ല. അതെ, നമ്മൾ സെൻഡ് ചെയ്യുന്ന എന്താണോ അതാണ് മെസ്സേജ് അല്ലേ. പിന്നെ സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. സെൻഡർ ഈസ് എനി ഡിവൈസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ഡാറ്റ. ഓക്കെ, നമ്മളിപ്പോൾ സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ കഴിവുള്ള ഏതൊരു ഡിവൈസിനെയും നമ്മൾ സെൻഡർ എന്ന് പറയും. ഓക്കെ, അതൊരു വ്യക്തിയെ പറ്റി പറയുന്നതല്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ ആവാം അല്ലേ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രിൻ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് റൗട്ടർ ടു റൗട്ടർ ആയിരിക്കാം ഡാറ്റ അല്ലേ. ഒരു റൗട്ടറിൽ നിന്ന് വേറൊരു റൗട്ടറിലേക്കായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതൊക്കെ ആണ് സെൻഡർ എന്ന് പറയുന്നത്. പിന്നെ റിസീവറും അതേപോലെ തന്നെ എ ഡിവൈസ് ദാറ്റ് സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഡാറ്റ. അതായത് ഒരു സെൻഡർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഡിവൈസാണ് റിസീവർ എന്ന് പറയാം. അതായത് ആ ഒരു റിസീവറിന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് റിസീവർ. ആ റിസീവറിലേക്കാണ് സെൻഡർ ഡാറ്റ സെൻഡ് ചെയ്യുക. ഓക്കെ, ഏതൊരു ഡിവൈസാണോ റിസീവ് ചെയ്യുന്നത് ആ ഒരു ഡിവൈസാണ് റിസീവർ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ മീഡിയം. ഇറ്റ് ഈസ് ദ പാത്ത് ബൈ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ് ഫ്രം സെൻഡർ ടു റിസീവർ. ഓക്കെ, സെൻഡർ ആയിട്ടുള്ള ഡിവൈസിൽ നിന്ന് റിസീവിങ് ഡിവൈസിലേക്ക് മെസ്സേജ് ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയം ആണ് ഈ ട്രാൻസ്മിഷൻ മീഡിയം. ഓക്കെ, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് കേബിളിങ്ങിലാണെങ്കിൽ കേബിളാണ് ട്രാൻസ്മിഷൻ മീഡിയം വരുന്നത്.
It can be wired or wireless and many subtype in both. ഓക്കെ, വയേർഡ് ആവാം, വയർലെസ് ആവാം. വയർ തന്നെ എന്താണ് ഫൈബർ ഓപ്റ്റിക്കൽ ആവാം, ഇഥർനെറ്റ് കേബിൾ ആവാം, കോയാക്സിൽ കേബിൾ ആവാം. ഓക്കെ, അങ്ങനെ അതിൻ്റെ സബായിട്ടുള്ള ഏതെങ്കിലും ഡിവൈസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അഞ്ചാമത്തത് പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് an agreed rules used by the sender and receiver to communicate data. ഒരു സെൻഡറിൻ്റെയും റിസീവറും, അതായത് സെൻഡറും റിസീവറും എന്താണ് അഗ്രി ചെയ്തിട്ടുള്ള ഒരു റൂൾസാണ് എന്ത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡറും റിസീവറും, സെൻഡർ ഡിവൈസും റിസീവർ ഡിവൈസും പാലിക്കേണ്ട ചില റൂളാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എ പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് ദ കമ്മ്യൂണിക്കേഷൻ. അല്ലേ, ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനെ നിയന്ത്രിക്കുന്നത് ഈ പ്രോട്ടോകോളാണ്. ഓക്കെ, എ പ്രോട്ടോകോൾ ഈസ് നെസസറി ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. എ പ്രോട്ടോകോൾ ഈസ് നെസസറി ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. പിന്നെന്താ പറഞ്ഞേ, വിത്തൗട്ട് എ പ്രോട്ടോകോൾ the data communication entities are like two persons trying to talk each other in a different language without know the other language. അതായത് ഈ പ്രോട്ടോകോൾ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാഷ അറിയാതെ രണ്ടുപേര് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ എന്താണ്, ആർക്കും ഒന്നും മനസ്സിലാവില്ല, അല്ലേ? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഞാനിപ്പോൾ എനിക്കറിയാത്ത ഭാഷയുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആംഗ്യഭാഷ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ആംഗ്യഭാഷ വേണ്ട. ഓക്കെ, അങ്ങനെ ആംഗ്യഭാഷ യൂസ് ചെയ്യാതെ ലാംഗ്വേജ്, നമ്മുടെ പ്രോപ്പർ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് അറിയില്ല, അവർ സംസാരിക്കുന്ന ഭാഷ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അല്ലേ? അതുപോലെ ആയിരിക്കും ഈ പ്രോട്ടോകോൾ ഇല്ലാത്ത ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, UTP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോള്, അതില്ലാത്ത കമ്മ്യൂണിക്കേഷൻ ശരിക്കും പോസിബിൾ അല്ല. ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ് വിച്ച് ഈസ് പ്രോസസ്ഡ് ടു ഡെഡ്യൂസ് ഇൻഫർമേഷൻ. അല്ലേ, ഒരു റോ ഫാക്റ്റ് ആണ്, അല്ലേ? അത് എന്താണ്, മീനിങ് ഫുൾ ഫാക്റ്റാണത്. എന്തെങ്കിലും ഒരു എന്താണ്, ഒന്നുകിൽ ഡിജിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം. അതാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. എ കളക്ഷൻ ഓഫ് റോ ഫാക്റ്റ് ആണ് കേട്ടോ, അല്ലെ? എന്തെങ്കിലും നോയ്സൻസ് അല്ല, റോ ഫാക്റ്റ് ആണ്. എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ് വിച്ച് ഈസ് പ്രോസസ്ഡ് ടു ഡെഡ്യൂസ് ഇൻഫർമേഷൻ. There may be different forms in which data may be represented. Some of the forms of the data used in communications are as follows. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന എന്താണ് ഡാറ്റ ഫോംസ് ആണ് താഴെ ഇവിടെ പറയുന്നത്. അതിലൊന്നാണ് ടെക്സ്റ്റ്, പിന്നെ നമ്പേഴ്സ്, ഇമേജ്, പിന്നെ ഓഡിയോ, വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ,